ഹായ്, അസ്സാം വലൈക്കും. ഞാൻ ചെറിയ രീതിയിൽ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നവാസ്. ഇപ്പോൾ ഖത്തറിലാണ്. നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 കമ്പനിയുടെ പേര് ഇന്റർനാഷണൽ ഐഡിയാസ് ഹോം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ടൂള് നമ്മൾ സാധാരണ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വെബ് വാട്സപ്പിൽ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്ന ഒരു ടൂളാണ്. ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, കസ്റ്റമർ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരമുള്ള നമുക്കൊരു ടൂളാണ്. അപ്പോൾ ആ ടൂളിൻ്റെ പേര് പ്രോ വാട്സപ്പ് എന്നാണ്. അതിൻ്റെ കമ്പനി നൊമാറ്റോ AI ആണ്. ആ കമ്പനിയുടെ പ്രോ വാട്സപ്പ് എന്ന ടൂളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ എക്സൈറ്റിംഗ് ആണ്. കാരണം ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമറിനെ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക്, കസ്റ്റമറെ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് വാട്സപ്പിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ APIയോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഒരു ചെറിയ ഒരു 5 MB മാത്രം സൈസുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അത് നമ്മൾ ക്രോമിലോ ഏത് ബ്രൗസറിൽ വേണമെങ്കിലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വർക്ക് കുറേ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നമ്മളെ കസ്റ്റമർ മിസ്സാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്, കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ FBയിൽ ഇൻസ്റ്റയിലൊക്കെ പരസ്യം കൊടുക്കും അല്ലേ. നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് എൻക്വയറീസ് വരും. ആ എൻക്വയറീസിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ കസ്റ്റമർ വരുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള റിപ്ലൈകൾ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കസ്റ്റമർ മിസ്സാവും അല്ലേ. കാരണം ചില ഒരു ആഡ് കണ്ടിട്ടേക്കാർ അവർ വരുന്നുണ്ടാകുക. നമ്മൾ ഉദാഹരണത്തിന് ഒരു ടൂർ പാക്കേജ്, അപ്പോൾ ടൂർ പാക്കേജിൻ്റെ ആഡ് കണ്ടിട്ട് അവർ വരുന്നുണ്ടാവുക. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ആ സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ആഡ് കണ്ടാൽ അതേപോലത്തെ പല ആഡുകളും അവർ കാണും. അപ്പോൾ എന്ത് ചെയ്യും, ആരാണോ കറക്റ്റ് റിപ്ലൈ കൊടുക്കുന്നത് എന്ത് ചെയ്യും, അവർക്ക് അതിലേക്ക് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് തന്നെ പോകുന്നെങ്കിൽ നമ്മളേക്കാർ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയീസേക്കാർ റിപ്ലൈ കൊടുക്കുക. കസ്റ്റമർ ചോദിക്കുന്നത് പല സമയത്തേക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഡ് റൺ ചെയ്യുന്നത് 24 hours ആയിരിക്കുമല്ലോ. ചിലപ്പോൾ സൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെച്ചെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും. പക്ഷെ അന്നൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഓഫീസ് ലീവ് ആയിരിക്കും, നമ്മുടെ സ്റ്റാഫ് അന്ന് വർക്ക് ചെയ്യണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് റിപ്ലൈ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കസ്റ്റമറെ നമുക്ക് പല കാറ്റഗറി ആക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ടൂർ പാക്കേജ് പറഞ്ഞത് എന്താണെങ്കിലും, ഇപ്പോൾ പിന്നെ ഒരു ഇന്റർനാഷണൽ ടൂർ ആണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ കസ്റ്റമർ മാത്രം എന്ത് ചെയ്യും, നമുക്ക് വേറെ ആക്കാൻ വേണ്ടി പറ്റും. ഒരു ഉംറക്ക് വരുന്ന എൻക്വയറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വേറെ ആക്കാൻ വേണ്ടി പറ്റും. മീൻസ് നമ്മളെ പല പ്രൊഡക്റ്റിന് വരുന്ന എൻക്വയറിനെ എന്ത് ചെയ്യും, പല CRM-ലാക്കിയിട്ട് അവരെ ഒരു കസ്റ്റമറെ എങ്ങനെയാണോ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് സ്റ്റെപ്പ് ആയിട്ട് ക്ലോസ് ചെയ്യണത്, ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് ഷെഡ്യൂൾ ചെയ്യാം. നമുക്കൊരു മെസ്സേജ് അയക്കണത് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. മീൻസ് സ്ഥിരമായിട്ട് കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക്, നമ്മൾ സാധാരണ വാട്സപ്പിൽ ക്വിക്ക് റിപ്ലൈ ഉണ്ട്, പക്ഷെ ഇതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇമേജ്, അല്ലെങ്കിൽ നമ്മൾ PDF, നമ്മളെ ബ്രോഷറുകൾ, നമ്മുടെ അക്കൗണ്ട് നമ്പർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യും, ഈ മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സെയിൽസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത്, നമ്മൾ നിലവിലുള്ള കസ്റ്റമറെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ. നിലവിലുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളേക്ക് ഒരു പ്രാവശ്യം വാങ്ങിയ ആൾക്കാരാണ്. അവർക്ക് നമ്മെ അറിയാം, നമ്മളെ പ്രൊഡക്റ്റുകൾ അറിയാം. അപ്പോൾ അവർക്ക് സെല് ചെയ്യേണ്ടത് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ. ആ കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എക്സ്ട്രാ പൈസ ചിലവാക്കണ്ട. ഉദാഹരണത്തിന് ഒരു പ്രാവശ്യം നമ്മൾ പരസ്യങ്ങളോ മാർക്കറ്റിംഗ് ക്യാമ്പയിനോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മളേക്ക് അങ്ങനെ കോസ്റ്റ് കൊടുത്ത് വന്ന് നമ്മളെ കസ്റ്റമറായി നമ്മളേക്ക് പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാർക്ക് വീണ്ടും നമുക്ക് സെല് ചെയ്യാൻ എന്ത് ചെയ്യില്ല, ഈ കസ്റ്റമർ കോസ്റ്റ് നമുക്ക് വരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് അവരെ ഫോളോ ചെയ്യണം. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സർവീസുകൾ നമ്മൾ ചോദിക്കണം, അവർക്ക് ആവശ്യമുള്ള അപ്ഡേറ്റ്സുകൾ കൊടുക്കണം, പുതിയ ഓഫറുകൾ കൊടുക്കണം, പുതിയ ഡിസ്കൗണ്ടുകൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ഈസി ആയിട്ട് ഒരു പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടൈമിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കസ്റ്റമർക്ക് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ webwhatsapp.com. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണത്തെ ഉപയോഗിക്കുന്ന അതേ വാട്സപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി എക്സ്ട്രാ ബട്ടൺസ് കാണാം. ഈ ലെഫ്റ്റിൽ കാണുന്നു, ഇതാണ് നമ്മളെ പ്രോ വാട്സപ്പ് നൊമാറ്റോ AI എന്നുള്ളത്. അപ്പോൾ ഇതിൽ
നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഇവിടെ കുറേ ബട്ടൺ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇത് കൂടാതെ നമ്മൾ കാണുന്ന കുറച്ച്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് കൂടി കാണാം. ഇതിൽ ഒരാളുടെ പിന്നെ ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ ഈ പേര് ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലത്തെ ഒരു ഓപ്ഷനാണ് പേര് ബ്ലർ ചെയ്യാം, മൊത്തത്തിൽ ലോഗോ, പിന്നെ പ്രൊഫൈൽ പിക്ചർ ബ്ലർ ചെയ്യാം, മെസ്സേജ് ബ്ലർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പേര് മാത്രമാണ് ബ്ലർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരാളെ ചാറ്റ് എടുത്തു. അപ്പോൾ ഈ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കാണാം. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻസ് ഇതെല്ലാതും പുതിയതായിട്ടുള്ളതാണ്. ഇതൊക്കെ നൊമോട്ടോയിന്റെ ഇതിൽ വരുന്നതാണ്. ഈ അടിയിൽ കാണുന്ന ഈ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പുതിയതായിട്ട് വരുന്നത്. ബാക്കി എല്ലാതും നമ്മൾ നേരത്തെ വാട്സപ്പിലുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്, അതിലൊന്നും ഒരു കുറവുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ബട്ടൺസ് വരും. ഇതിൽ ഫസ്റ്റ് ഉള്ളത് കോൺടാക്ട് പ്രൊഫൈലാണ്. അപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്ത ഈ ഒരു വ്യക്തിയുടെ കോൺടാക്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് സാധാ കോൺടാക്ട് തന്നെയാണ്. പക്ഷേ ഇതെന്ത് ചെയ്യും, ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി കസ്റ്റമറെ കുറിച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാനും അത് സേവ് ചെയ്ത് വെക്കാനും പറ്റും. കമ്പനിയുടെ ഡീറ്റെയിൽസ്, ജോബ് എന്താണ്, ഇനി ഇതിൽ കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഇതിൽ വരും. പിന്നെ കൂടാതെ വേറെ ഒരു ഇതാണ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് എന്തെങ്കിലും റിമൈൻഡർ അയക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്കൊരു ബർത്ത്ഡേ ഉണ്ട്, അതിന്റെ വിഷസ് അയക്കണം, ആ സമയത്ത് അയച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു പേയ്മെന്റ് തരാനുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അങ്ങനെ ഓരോരുത്തരും ബിസിനസ്സിന് എന്തൊക്കെയാണോ നമുക്ക് ഒരു റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു പേര് കൊടുക്കുക. നമ്മൾ പേയ്മെന്റ് റിമൈൻഡർ എന്നാണ് കൊടുക്കുന്നത്. പേയ്മെന്റ് റിമൈൻഡർ എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് അയക്കാം, മീഡിയ അയക്കാം, ഓഡിയോ അയക്കാം. ഇതൊക്കെ ഓഡിയോ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഇതിലുള്ളതുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ ടൈമും ഡേറ്റും കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഒരു ഡേറ്റ് കൊടുത്തു, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ 20-ാം തീയതി ആണെങ്കിൽ 20-ാം തീയതിക്ക് നമ്മളിത് സെറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ഒരു ടൈമും ചെയ്ത് വെക്കാം. ഏത് ടൈമാണോ നമുക്ക് വേണ്ടത് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ തന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഈ പോണ മെസ്സേജ് തന്നെ നമുക്ക് ഡെയിലി പോകേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് പിന്നെ നമ്മളെ സ്റ്റാഫിന് എന്തെങ്കിലും റിമൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വീക്കിലി പോകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചോദിക്കണം, അങ്ങനെ മന്ത്ലി, ക്വാർട്ടർലി, പിന്നെ ആനുവലി, ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലും നമ്മൾ ബർത്ത്ഡേ റിമൈൻഡ് ചെയ്യണമെങ്കിൽ, അങ്ങനെ എന്താണോ നമുക്കത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാനുള്ള എല്ലാ സംഗതിയും ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് തൽക്കാലം ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇന്ന് 15 ഇപ്പത്തെ സമയം 12 രാത്രി 22:36 അപ്പോൾ ഞാൻ 37 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് എന്തായി ഇവിടെ കണ്ടില്ലേ, ഇത് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ മെസ്സേജ് വന്നു, ഓട്ടോമാറ്റിക് മെസ്സേജ് വന്നതാണ്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ സെറ്റ് ചെയ്ത് വെച്ചത്, ഇപ്പോൾ നമ്മൾ റെക്കറിംഗ് ആയിട്ട് 1 മന്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ അടുത്ത മാസം ഇതേപോലെ എന്ത് ചെയ്യും, മെസ്സേജ് പോകും. അപ്പോൾ ഇത് ആണ് ആ ഓപ്ഷൻ ഉള്ളത്. നമുക്ക് നല്ലൊരു പിന്നെ ഉപകാരമുള്ളതാണ്. നമ്മൾ ആരെങ്കിലൊക്കെ നമുക്ക് റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ, കസ്റ്റമർ റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ, പേയ്മെന്റ് റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ സ്റ്റാഫിനെ റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞത് ഷെഡ്യൂൾ മെസ്സേജ് ആണ്. പിന്നെ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഇവന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ കലണ്ടറിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ത് ചെയ്യാം, നമുക്ക് അതിന് പേരോ കാര്യങ്ങളോ കൊടുക്കുക, ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കുക, പിന്നെ ഇത് ഏത് മുതൽ ഏത് വരെയാണ് നമുക്കത് കാണിക്കേണ്ടതെന്നാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഗൂഗിൾ കലണ്ടറിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്കും കാണിക്കും നമുക്കും കാണിക്കും. പിന്നെ നോട്ട്സ് ആണ്, ഇവരെ കുറിച്ചുള്ള നമുക്ക് എന്തെങ്കിലും കമന്റോ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് റിമൈൻഡർ ആണ്. നമ്മൾ ഷെഡ്യൂൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ മെസ്സേജ് അവർക്ക് പോകും. റിമൈൻഡർ നമുക്ക് തന്നെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഇപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു സമയത്ത് വിളിക്കണം, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ചിലപ്പം വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മളോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു പേര് കൊടുക്കാം, കോൾ റിമൈൻഡിങ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ഫോളോ അപ്പിനോ അപ്പം എന്ത് ചെയ്യാം, അതേപോലെ നമ്മൾ ടൈമും ഡേറ്റും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഏത് ടൈമാണോ ഇതൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ സമയം തന്നെ നമ്മൾ ചെയ്ത് വെച്ചു. ഇപ്പോൾ ഓക്കെ, ഗൂഗിൾ കലണ്ടറിൽ ഇത് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ആവും. ഓക്കെ, ഇത് ചെയ്ത് വെച്ചാൽ മതി, ഇത് സക്സസ് ആണ്.
അപ്പോൾ ഇത് ചെയ്ത് വെച്ചാൽ മതി. എന്ത് ചെയ്യും, നമുക്ക് മെസ്സേജ് വരും. ഓക്കെ, ഓൾറെഡി ടൈമർ റെഡിയായി, മെസ്സേജ് വന്ന്. അപ്പോൾ ഇതെന്തുണ്ടാവും, നമുക്കൊരു ടോൺ ഉണ്ടാവും. പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. കോൾ റിമൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ചാറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കോൾ റിമൈൻഡിങ് പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ ആർക്കാണോ വിളിക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആരെ റിമൈൻഡറാണ് നമ്മൾ സെറ്റ് ചെയ്തത് അവരെ പേജിലേക്ക് പോകും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ നോട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള നോട്ട്സ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇയാളെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയിച്ചെങ്കിൽ, പിന്നെ ഇത് വേറൊരാൾ റെഫർ ചെയ്തിട്ട് വന്നൊരു കസ്റ്റമർ ആണെന്ന് കരുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ടൈപ്പ് ചെയ്തു, നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലുള്ള വേറൊരു ഓപ്ഷനാണ് ഇത്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നെങ്കിൽ ഇങ്ങനെ ഇതിൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ വേറൊരാളുടെ കോൺടാക്ട് നോക്കിയാൽ അതിലെന്ത് ചെയ്യില്ല, ഈ നോട്ട്സിൽ നമുക്ക് അത് കാണില്ല. ഇവന്റ് തന്നെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കണം. ഉണ്ടല്ലേ, അതിൽ നമ്മൾ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഇത് നോട്ട്സിന്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിനെ കുറിച്ചുള്ള നമുക്ക് എത്ര നോട്ട് വേണമെങ്കിലും നമുക്ക് ഇയാളെ കുറിച്ചിട്ടോ കമ്പനീനെ കുറിച്ചിട്ടോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തൊക്കെ ഇത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. നമുക്കിതിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം, നോട്ട്സ് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ തന്നെയുള്ള വേറൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ല, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ക്വിക്ക് റിപ്ലൈ. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ക്വിക്കായിട്ട് റിപ്ലൈ അയക്കണം, സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്വിക്ക് റിപ്ലൈ എന്ന് പറയും. ക്വിക്ക് റിപ്ലൈ നമ്മളെ ഫോണിലുണ്ട്, പക്ഷെ ഇത് നമുക്ക് എന്താണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്തു വെച്ചതാണ്. അപ്പോൾ നമ്മളെ ഖത്തറിന്റെ ബാങ്കിന്റെ നമ്പറാണ്. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. എന്ത് ചെയ്യും, 1-2 സെക്കൻഡിനകം എന്ത് ചെയ്യും, ആ മെസ്സേജ് പോകും. കണ്ടില്ലേ, അപ്പോൾ അത് എന്ത് ചെയ്തു, ഓൾറെഡി ആ മെസ്സേജ് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് സാധാരണ ഫോണിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് നമ്പറിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ നമ്മളെ QR കോഡ്, നാട്ടിലാണെങ്കിൽ ഗൂഗിൾ പേ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പുതിയത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, ക്വിക്ക് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നമ്മൾ പിന്നെ അക്കൗണ്ട് നമ്പർ, പുതിയൊരു അക്കൗണ്ട് നമ്പർ, നാട്ടിൽ ഫെഡറൽ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് നമുക്ക് ക്വിക്ക് റിപ്ലൈ പോകേണ്ടതാണ്, അത് എന്ത് ചെയ്യാം, നമ്മളിവിടെ ആഡ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ചെയ്യുക, ഇമേജ് ചെയ്യുക, വീഡിയോ, ഓഡിയോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ പിന്നെ ഗ്രൂപ്പൊക്കെയുള്ള ഇൻവിറ്റേഷൻ, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് കൂടെ ടൈപ്പ് ചെയ്തു. പിന്നെ എന്താണോ അത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത് ക്രിയേറ്റ്. ഓക്കെ, ഇപ്പോൾ ഫെഡറൽ അക്കൗണ്ട് നമ്പർ തന്നു. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ആർക്കാണോ നമ്മൾ ഏത് ആളെ ചാറ്റാണോ നമ്മൾ എടുക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം, നമുക്കത് ജസ്റ്റ് അയച്ചാൽ മതി. 1-2 സെക്കൻഡ് സമയം എടുക്കും. ആ സമയം എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഇതിപ്പോൾ കണ്ടില്ല. നമുക്ക് നമ്മൾ അയക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ എയിന്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് സെൻഡ് അടിക്കാം. അപ്പോഴും എന്ത് ചെയ്യും, ആ മെസ്സേജ് നമ്മൾ എഡിറ്റ് ചെയ്ത മെസ്സേജാണ് പോവുക. കണ്ടില്ലേ. ഓക്കെ, അപ്പൊ ഇനിയുള്ള നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് CRM എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിതിൽ CRMൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നമ്മളെ നിലവിൽ ഉള്ള നമ്മളെ ഇൻബോക്സിലുള്ള കോൺടാക്ട്സുകൾ കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, CRMൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു പുതിയ CRM ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഓരോരുത്തരും ബിസിനസ്സിനനുസരിച്ചിട്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസി ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് പല പ്രൊഡക്റ്റിന്റെ എൻക്വയറി ഉണ്ടാവും. ഒന്നിപ്പോൾ ഒരു ടൂർ പാക്കേജ് ആണ് എന്ന് കരുതാം, ടൂർ പാക്കേജ്. അപ്പോൾ അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതിന് എന്തെങ്കിലും കളർ കൊടുക്കണേ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. ടൂർ പാക്കേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം അതിന്റെ ടാബ് നമ്മൾ പിന്നെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ എന്താണ് ഫസ്റ്റിൽ ഒരു കസ്റ്റമർ എങ്ങനെയാണ് അയാൾക്ക് വരിക, ഒരു എൻക്വയറി ഫസ്റ്റ് വന്നു. ഓക്കെ, എൻക്വയറി ചെയ്തു. പിന്നെ അതിന് ശേഷം എൻക്വയറി വരുന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, അവർ ഡിസ്കഷൻ ചെയ്തു, ടൂർ പാക്കേജിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ, അല്ലെങ്കിൽ ഓക്കെ വാട്സപ്പ് ഡിസ്കഷൻ. വാട്സപ്പിൽ അയാൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു, ഒരു 1-to-1 മീറ്റിംഗ് ഒരു എന്ത് ചെയ്തു ഓഫീസിൽ വന്നു. പിന്നെ അതിന് ശേഷം എന്തായി, അത് ക്ലോസ് ചെയ്തു. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ 4 കാറ്റഗറി ആയിട്ടാണ് പിന്നെ 4 രീതിയിലാണ് എന്ത് ഈ കസ്റ്റമറെ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഇങ്ങനത്തെ 4 സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് വന്ന ഈ എൻക്വയറിനെ ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരാളെ പിടിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു എൻക്വയറിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരാളെ പിടിച്ചിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഇതൊക്കെ മാറ്റിയാൽ മതി. എന്താണ് ഇയാൾ എൻക്വയറിയിൽ വന്നു, ഇപ്പോൾ വേറൊരാൾ, ഇപ്പോൾ ഇയാൾ എൻക്വയറിയിലായി, ഇപ്പോൾ വേറൊരാൾ പിന്നെ എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പിന്നെ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിന്ന് വളരെ എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്യല്. ഇതൊന്നും ഒരാൾ പിന്നെ ഓഫീസിൽ ഡയറക്റ്റ് വന്ന് അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ ഇയാൾ ക്ലോസ്ഡ് ആയി, അപ്പോൾ എന്തായി, ഇയാൾ ക്ലോസ് ആയി. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് എത്ര CRM വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ CRM ഉണ്ടാക്കിയത് എന്ത് പേരിലാണ് ഉണ്ടാക്കിയത്, ടൂർ പാക്കേജ് എന്നുള്ള പേരിലാണ്. നമ്മൾ അടുത്തത് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉംറ പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉംറ എന്നുള്ള പേര് നമുക്ക് വേറെ എന്ത് ചെയ്തു, നമ്മൾ ഉംറ ക്ലിക്ക് ചെയ്തു, കണ്ടില്ലേ. ഇതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ പിന്നെ ഒരു ടാബ് ചെയ്യാം. അതെങ്ങനെയാണ്, ഇപ്പോൾ അഡ്വർടൈസ് കണ്ടിട്ടുള്ള എൻക്വയറി ആണ്. നമ്മൾ ലീഡ്സ് എന്ന് പറയും, ലീഡ്സ് വന്ന് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ അവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം എന്തായി, കുറച്ച് ആൾക്കാർ അവിടെ തന്നെ പേയ്മെന്റ് റിസീവ്ഡ്, അതിന് ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ എന്തുണ്ടാവും, പെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ക്യാൻസൽ ആയ ആൾക്കാരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതെന്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ വരുന്ന എൻക്വയറിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടാൽ മതി. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിലുള്ള ഉപകാരം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ലീഡ്സിന് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. പിന്നെ ഈ പ്രോഗ്രാമിലുള്ള ആൾക്കാരെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും റിമൈൻഡർ അയക്കേ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ പുതിയ എന്തെങ്കിലും ഓഫറുകൾ കാര്യങ്ങൾ കൊടുക്കുക, അവർക്ക് പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുക, അവരെ ഇത് ക്ലോസ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എത്ര നമ്മൾ 2 എണ്ണമാണ് ചെയ്തത്, പിന്നെ ഒന്ന് ടൂർ പാക്കേജ്, ഒന്ന് ഉംറ, അങ്ങനെ നമുക്ക് പല പ്രൊഡക്റ്റുകളും പല സ്ഥാപനങ്ങൾക്കും പല രീതിയിലുള്ള പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ടാകുക. പ്രൊഡക്റ്റ് സെയിലിൻ്റെ ഉണ്ടാവും, പിന്നെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു മാസ് മെസ്സേജിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാസ് മെസ്സേജിംഗ് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ് മെസ്സേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഇത്രയും രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കോൺടാക്ട്സ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ വരുന്നത് എന്താണ്, സേവ്ഡ് കോൺടാക്ട്സ്. അപ്പോൾ ഇത്രയും 2930 സേവ്ഡ് കോൺടാക്ട്സ് എന്തുണ്ട്, നമ്മളടുത്തുണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്ക് ഒരു 200 എണ്ണം സെലക്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയക്കണോ, അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇൻബോക്സ് എന്നാണ്, ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ ഇൻബോക്സിലുള്ള അത്രയും ആൾക്കാരെ പിന്നെ വഴിയായിട്ട് എന്ത് ചെയ്യും, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ച ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ ഫസ്റ്റിൽ നമ്മൾ ഇതിൽ കാണാം. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ലേബല് ആയിട്ട് നമ്മൾ എന്തെങ്കിലും അതിനെ കുറിച്ച് പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഗ്രൂപ്പ്, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഒരു 5 or 6 ഒക്കെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് 2, 3, 4 ഒക്കെ ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രൂപ്പിലേക്ക് മാത്രമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, പിന്നെ കൂടാതെ ഈ ഗ്രൂപ്പിൽ നിന്ന് കോൺടാക്ട് എടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു കോൺടാക്ട് എടുക്കുക. അപ്പോൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് എടുക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഇതിന്ന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, ഒരുമ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഈ സെലക്ട് കോൺടാക്ട്സ് ചെയ്താൽ അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്കൊക്കെ പേഴ്സണൽ ആയിട്ടാണ് മെസ്സേജ് പോവുക. ഇത്രയും ആൾക്കാർക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് പോകും. ആ കോൺടാക്ട്സ് ഒക്കെ സെലക്ട് ആയി. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, CRM. ഓക്കെ, അപ്പോൾ ഈ CRM എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ ക്രിയേറ്റ് ചെയ്ത CRM ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ടൂർ പാക്കേജ്, അപ്പോൾ ടൂർ പാക്കേജ് ക്ലിക്ക് ചെയ്താൽ ടൂർ പാക്കേജ് ഇതിലുള്ള ഈ 3 ആൾക്കാരെ നമ്മൾ കാണിക്കും. അവർ 3 ആളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവർക്ക് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ടൈപ്പ് മെസ്സേജ് ആണോ വേണ്ടത്, അവർക്ക് ഈ ക്വിക്ക് റിപ്ലൈ കണ്ടില്ലേ, ക്വിക്ക് റിപ്ലൈ ഇവിടെ ഓപ്പൺ ആയതാണ്. ഇതൊന്ന് നമുക്ക് എന്തെങ്കിലും അയക്കണമെങ്കിൽ ഇതിൽ അയക്കാം. അതല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ടെക്സ്റ്റോ ഇമേജോ വീഡിയോ അങ്ങനെ എന്താണോ നമുക്ക് അവർക്ക് വേണ്ടത്, അവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ഓട്ടോ സർവീസ് എന്നുള്ളത്, ഓട്ടോ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പല രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും ബൈ റിസീവിങ് ഒരു മെസ്സേജ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് നമ്മൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റിപ്ലൈ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റിൽ ഒരു കസ്റ്റമർ മെസ്സേജ് അയക്കുകയാണ്, അയാൾക്ക് എന്ത് ചെയ്യാം, വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ കീവേഡ് ബേസ് ആയിട്ട് ഇപ്പൊ നമുക്ക് പിന്നെ ഹായ് ഹലോ പറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ കീവേഡ് സംബന്ധമായിട്ട് നമുക്ക് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുകയാണ്, സെൻഡ് മീ യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മെസ്സേജിന് അവർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിപ്ലൈ ചെയ്യും. അതല്ല നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ് കാര്യങ്ങളൊക്കെ
നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഫേസ്ബുക്ക് നമ്മൾ ഡയറക്റ്റ് വാട്സപ്പ് ഇതാക്കുമ്പോൾ എന്ത് ചെയ്യും, ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് യുവർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരലുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ആക്ഷൻ, നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, പിന്നെ ഇമേജ് ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഇമേജ് ആഡ് ചെയ്യാം. നമുക്ക് പിന്നെ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഇമേജ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വേറെ എന്തെങ്കിലും പ്രൈസിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു മെസ്സേജ് പോയിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടൈമർ ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിന് ശേഷം നമുക്ക് അടുത്തൊരു മെസ്സേജ് പോകുന്ന രീതിയിൽ വേണമെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്യാം. വെൽക്കം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ആരെങ്കിലും ഒരാളൊരു ഹായ് നടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, അവർക്ക് മെസ്സേജ് പോകാൻ പറ്റും. അതല്ല സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആഡോ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഇപ്പൊ ലൊക്കേഷൻ അയക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് അയക്കാം, അക്കൗണ്ട് നമ്പർ അയക്കാം സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്നെ ബ്രോഷർ അയക്കാം, കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് അയക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് ഓട്ടോ സർവീസ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഫംഗ്ഷനാണ് ഫോളോ അപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഫോളോ അപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ കോള്, ഗ്രൂപ്പ് കണ്ടിടുന്നൊക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പുതിയ ഒരു ഫണല്, ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ പിന്നെ ഒരു പുതിയൊരു കസ്റ്റമർ, ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ടാബ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ വരും. അത് അതിൽ ന്യൂ കസ്റ്റമർ ഇല്ല, അതുകൊണ്ടാണ് വരാത്തത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇയാളെ ന്യൂ കസ്റ്റമർ ആക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമറെ നമുക്ക് ഈ ന്യൂ കസ്റ്റമർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും, ന്യൂ കസ്റ്റമർ വരും. ഇവിടെ നമ്മൾ ആഡ് ചെയ്തതാണ് ഇപ്പൊ ഈ ന്യൂ കസ്റ്റമർ. ഓക്കെ, ഇപ്പൊ ടാബ് ഇപ്പൊ ന്യൂ കസ്റ്റമറിനെ ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇതിനെന്തെങ്കിലും പിന്നെ ഒരു പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ ഒരു പുതിയ കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പുതിയ കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം. അതല്ല നമ്മൾ ഇതിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു ടാബ് നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിവിങ് ദി ഫണൽ എന്ന് പറയാം. അതല്ല ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് ഇത്. അപ്പോൾ ഈ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ നമുക്ക് ട്രിഗർ ചെയ്യാം. ഒരു ടൈം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ട്രിഗർ ആഫ്റ്റർ ദ ഡിഫൈൻഡ് ടൈം. അപ്പൊ ഒരു ടൈം ഇപ്പൊ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെസ്സേജ് പോകണം. അപ്പൊ 7 days എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മെസ്സേജ് കൊടുത്താൽ എന്ത് ചെയ്യും, അതിലേക്ക് ആ ഒരു പിന്നെ ടാബിലേക്ക് നമ്മൾ ഒരാളെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാൾക്ക് 7 daysന് ശേഷം എന്ത് ചെയ്യും, അയാൾക്ക് ഒരു മെസ്സേജ് പോകും. പിന്നെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പുതിയ ഒരു ക്രിയേറ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം അവർക്ക് ഒരു മെസ്സേജ് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ പുതിയ കസ്റ്റമർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് പോകേണ്ട ഒരു സാധനമാണ് ഞാനിപ്പോ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഫോളോ അപ്പ് ആക്ഷൻ. അപ്പോൾ ഒരു പുതിയൊരു കസ്റ്റമർ നമുക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ ആഡ് ഒക്കെ കണ്ടിട്ട് വരാതെ അതല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഹായ് എന്നുണ്ടോ, ഹലോ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വരികയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അത് നമ്മളെ കസ്റ്റമർ ആണെന്ന് മനസ്സിലായാൽ ആ കസ്റ്റമറെ നമുക്ക് ഇതിൽ ഈ ഒരു ടാബിക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്നാണ് ഞാനിപ്പോ നോക്കുന്നത്. അപ്പൊ വെൽക്കം ടു നൗറാസ് പെർഫ്യൂംസ്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഇമേജ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും CRM ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ കസ്റ്റമർ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വന്ന ആള് നമുക്കൊരു CRM ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ആഡ് ടു CRM. അപ്പൊ നമ്മൾ അവിടെ ചെയ്ത CRMന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ടൂർ പാക്കേജിലത്തെ ഫസ്റ്റിലുള്ള എൻക്വയറിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇയാളെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഒരു പുതിയ ഒരാളെ നമ്മൾ പിന്നെ ഈ ടാബിലേക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ന്യൂ കസ്റ്റമർ എന്നുള്ള ടാബിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് മെസ്സേജ് പോകും. കൂടാതെ തന്നെ എന്ത് ചെയ്യും, അയാൾ നമ്മൾ CRMൽ നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്ത് നമുക്ക് എത്ര എണ്ണം വേണേലും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളെ പിന്നെ ഓൾ മെസ്സേജ് ഇവൻ എന്ത് ചെയ്യാണ്, നമുക്ക് ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടാബ്സ് ഉണ്ടല്ലേ. അപ്പൊ ഈ ടാബ്സ്ക്ക് എന്താണ് നമ്മൾ ഇയാളെ ആഡ് ചെയ്യണം. ജസ്റ്റ് ഇതാ ഈ ക്രിയേറ്റ് ചെയ്ത ടാബാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ എത്ര ടാബ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ആഡ് ചെയ്താൽ തന്നെ കണ്ടില്ലേ, നമ്മൾ 2 ആക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ആക്ഷനാണ് വർക്ക് ചെയ്യണത്. കണ്ടോ,
ഫസ്റ്റ് തന്നെ ഒരു മെസ്സേജ് വന്നു, ഇത് ഓട്ടോമാറ്റിക് മെസ്സേജ് വന്നതാണ്, വെൽക്കം ടു നോറാസ് പ്രൊഡക്ഷൻസ് മെസ്സേജ് വന്നു. ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഇതാണ് ടൂർ പാക്കേജ് ആണ് കണ്ടില്ലേ, ഈ ടൂർ പാക്കേജിൽ ഇയാളെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് ഉപകാരമുള്ള ഒരു പിന്നെ ഫീച്ചറാണ്. നമുക്ക് ഏതെങ്കിലും കസ്റ്റമർ, നമുക്ക് പല ആൾക്കാരും വരും, എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമുക്ക് വാട്സപ്പിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇയാളെ ഒന്ന് ടാഗ് ചെയ്താൽ മതി, നമുക്ക് ഏത് ടൈപ്പ് എൻക്വയറി ആണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് കസ്റ്റമർ ആണെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കസ്റ്റമറെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമാവുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ സ്റ്റാർട്ട് നമ്മൾ നമ്പർ സേവ് ചെയ്യാതെ ഒരാൾക്ക് ഇവിടെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ നമ്മളൊരു ഫണൽ ഉണ്ട്, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഫണൽ അറിയാലോ. അപ്പൊ ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള CRM അല്ല, പക്ഷെ ഒരു ചെറിയ ബിസിനസ് ഒരുപാട് മീൻസ് ആയിരക്കണക്കിന് എൻക്വയറീസ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരുമിച്ച് മെസ്സേജ് അയക്കാൻ ഒന്നും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സാധാ വാട്സപ്പ് ആണ്, പിന്നെ ഒരുപാട് പേർക്ക് നമ്മൾ മെസ്സേജ് അയക്കാൻ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ നമ്പർ ബ്ലോക്ക് ആവും. അപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, കസ്റ്റമറെയും നമുക്ക് പെട്ടെന്ന രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കൂടാതെ തന്നെ നമുക്ക് ഇതിൽ API ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ വെബ് ഹുക്സ് ഉണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പിന്നെ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സെറ്റിംഗ്സിൽ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ തീമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ പ്രൈവസി സെറ്റിംഗ്സ് പറഞ്ഞില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം സ്കെയിലുള്ള ബിസിനസ്സിലുള്ള ആൾക്കാർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നിലവിലുള്ള വാട്സപ്പിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു അസിസ്റ്റന്റ് ആണ്. നമുക്കിത് 24 hours വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വെബ് വാട്സപ്പ് നമ്മളെപ്പോഴും ഓൺലൈനിലാക്കി വെച്ചാൽ മതി. അത് എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്തു, ഇപ്പോൾ ഷെഡ്യൂൾ സെറ്റ് ചെയ്തു, നമ്മൾ ഇത് ഓഫ് ആണ് കരുതിയിട്ട് ആ സമയത്ത് പോകില്ല, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇത് ഓൺ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് ബന്ധപ്പെടാം. ഇത് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാവിധ ട്യൂട്ടോറിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓരോ ഫീച്ചേഴ്സും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് അത് ഏത് രീതിയിലൊക്കെ നമുക്കത് ഉപകാരപ്പെടും എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. ഓക്കെ, കൂടാതെ ഈ സോഫ്റ്റ്വെയറിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.